വളരെ സന്തോഷം തോന്നി. അതെ, അങ്ങനെയല്ല, നമ്മളെല്ലാം കൺഫർമേഷൻ ആയിട്ട് നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തീർത്ത് പറയാൻ പറ്റും. അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല സാറേ. എടുക്കാറില്ല. ആദ്യമായിട്ട് എടുത്ത ബമ്പർ. അതെ. ഇത് ഇത്രയും ദിവസം ഈ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് കൺഫർമേഷൻ ആവാണ്ട് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെല്ലാം ഉള്ളതാണല്ലോ ഇതിനകത്ത്. അപ്പൊ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭാഗ്യവാൻ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നു, നെറ്റൂരുടെ പേര് പറയുന്നു. അപ്പൊ ഈ ശരത്തിന് ഉള്ളിലുള്ള ഭാവം എന്തായിരുന്നു? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കൺഫേം ചെയ്ത് ജസ്റ്റ് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഞാൻ ജസ്റ്റ് അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പൊ കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിനു ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് കൺഫർമേഷൻ. പിന്നെ വീണ്ടും ഇതിന്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയായിരുന്നു. അപ്പൊ കണ്ടിരുന്നു. അപ്പൊ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു. പിന്നെ എന്റെ ബ്രദറിനോടാ പറഞ്ഞത്. എല്ലാവർക്കും വളരെ സന്തോഷം. വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ. അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിനു ശേഷം നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു സമയത്ത്. വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്. വൈഫ് ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല. ഏജന്റ് ശരത്തിനെ തിരിച്ചറിഞ്ഞായിരുന്നോ? ഏജന്റിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാൻ ഒരു 12 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ടിക്കറ്റ് എടുക്കും. ഓഫീസിൽ ആരോട് പറയാനങ്ങ് മുങ്ങി? ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു. രാവിലെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇല്ല, ഓഫീസിൽ നമുക്ക് ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത കാര്യം ബ്രദറിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച്